വെൽക്കം ടു വിൻ്റർ 2025. ഇപ്പോൾ ഞാനുള്ള പെരിശല്ലാണ്. വിൻ്റർ സീസൺ അതായത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം, പക്ഷേ സ്നോ സീസൺ അതായത് വിൻ്റർ സ്പോർട്സിനെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീക്കെൻഡോട് കൂടിയിട്ടാണ്. ഇപ്പോൾ ഈ 2 ദിവസം കൂടി കഴിഞ്ഞാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഷാർലറ്റ് പാസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ അത് പോണ വഴിയും അതെല്ലാം അടിപൊളിയാണ്. അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഈ വിൻ്റർ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ അവരാ റോഡ് ക്ലോസ് ചെയ്യും. നമുക്ക് നമ്മുടെ നോർമൽ കാർ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വന്നതാണ്. പിന്നീട് ഓവർ ദ സ്നോ എന്നുള്ള വെഹിക്കിൾ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. അതിനും അത്യാവശ്യം ചാർജസ് എല്ലാം ഉണ്ട്, അങ്ങനെ ആ ഒരു വണ്ടി എടുത്ത് പോകാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ആക്ച്വലി ഇതാണ് നമ്മൾ പാസ് എടുക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ റീജിയനിലേക്ക് കയറുമ്പോൾ പാസ് എടുക്കണം. ആക്ച്വലി അത് നമുക്ക് വർഷത്തിലെടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ പാസ്, മൾട്ടിപ്പിൾ എൻട്രി പാസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ കൗണ്ടറിൽ ആളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാർഡ് കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. Hey, how are you? Good, thanks. Yeah. നമുക്ക് തരുന്ന ഇങ്ങനത്തെ ഒരു പാസ്സാണ്, അതിനെ ഡേ പാസ് എന്നാണ് പറയണേ. ആക്ച്വലി ഇത് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കണമെന്നാണ്. നമ്മുടെ ഒരു ദിവസത്തെ പാസ്സാണ്. അതിനകത്ത് നമ്മുടെ വണ്ടിയുടെ റെജോയും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ ഒട്ടിക്കണമൊന്നുമില്ല, ജസ്റ്റ് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഇട്ടേക്കുവാണ്. അതവിടെ കിടന്നോളും, കുഴപ്പമില്ല. അത് മതി, അവർക്ക് കണ്ടാൽ മാത്രം മതി. ഈ കാണുന്ന ഗേറ്റ് ആക്ച്വലി ഇവരിത് ക്ലോസ് ചെയ്യേണ്ടാവുക. ലോങ് വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെയൊക്കെ നിറച്ച് മഞ്ഞായിരിക്കും. അപ്പോൾ ഇവരിത് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് ഇവിടെ വരെ വന്ന് ഇത് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇവിടെയൊക്കെ മഞ്ഞ് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ മാത്രമേ നമുക്കത് പോകാൻ പറ്റുള്ളൂ. ഇനി 2 ദിവസം കഴിഞ്ഞത് അടയ്ക്കും. പിന്നെ ഇനി പോകാൻ പറ്റുന്നത് അടുത്ത വിൻ്ററിൻ്റെ തുടക്കം, അല്ലെങ്കിൽ സമ്മറിൽ പോകാൻ പറ്റും കേട്ടോ. നമുക്ക് വിൻ്ററിൽ പോകണമെന്ന് ഇല്ലാത്തവർക്ക് സമ്മറിലും അവിടെ പോവാം. സമ്മറിൽ പോയിട്ട് അവിടെ നിന്ന് എന്താ പറയുക, മെയിൻ റേഞ്ച് നടക്കുന്നവരുണ്ട്, നടന്ന് കയറുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോവാം. ഞാൻ പറഞ്ഞാൽ ഈ മഞ്ഞും ഇതെല്ലാം വീണ് കിടക്കുന്ന ആ ഒരു ഭംഗി കാണണമെങ്കിൽ വിൻ്ററിൽ ലോങ് വീക്കെൻഡിന് മുമ്പ് പോയാലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. ആക്ച്വലി ഇവിടെ നിന്ന് അങ്ങോട്ട് ലോങ് വീക്കെൻഡ്, അതായത് ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിൽ കൂടി കയറ്റി വിടില്ല നമ്മളെ. നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ ഓവർ ദ സ്നോ എന്നുള്ളൊരു വണ്ടിയിൽ വേണം പോകാനായിട്ട്, അല്ലാതെ നമ്മളെ വിടില്ല. അപ്പോൾ അവിടെ ഒരു സ്നോ വില്ലേജ് മാതിരിയുണ്ട് വെച്ചാൽ, അവിടെയും ഞാൻ പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പറ്റുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഇട്ടേക്കാം. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കണം. അടിപൊളി സ്ഥലമായിരുന്നു അത്. വെച്ചാൽ 2 ദിവസം കൂടി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ലോങ് വീക്കെൻഡ്, അതായത് ആക്ച്വൽ വിൻ്റർ സീസണിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സ്കീ റിസോർട്ട്സും എല്ലാം തുടങ്ങുന്നത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എല്ലാ വർഷവും ഈ പോകുന്ന ഷാർലറ്റ് പാസിലേക്ക് പോകാറുണ്ട്. മാക്സിമം വണ്ടി ഓടിച്ചിട്ട് തന്നെ പോകാറുണ്ട്. ഇത്തവണ ചെറിയൊരു അബദ്ധം കൂടി പറ്റി. ഞാൻ എൻ്റെ സ്കീ പാൻസ് കൊണ്ടുവന്നിട്ടില്ല. അതെന്ന് വെച്ചാൽ നനവ്, അല്ലെങ്കിൽ വെള്ളം നനവോ, അല്ലെങ്കിൽ നമുക്ക് തണുപ്പ്, അല്ലെങ്കിൽ ചിലർ തണവെന്നാണോ പറയണത്, ഞാനൊക്കെ തണുപ്പെന്നാണ് പറയാറ്. അപ്പോൾ ചിലർ തണുപ്പെന്നാണോ തണവെന്നാണോ എന്നറിയില്ല. അപ്പോൾ ഈവൻ സ്കീ പാൻസ് കൊണ്ടുവന്നിട്ടില്ല. എന്ന് വെച്ചാൽ ആ സ്കീ പാൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സുഖമായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം നനയില്ല, നല്ല ചൂടായിരിക്കും. ഞാനാണെങ്കിൽ ബേസ് ലെയർ ഇട്ടില്ല, ജീൻസ് മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ വിചാരിച്ചു അത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ബേസ് ലെയറിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു, അധികം തണുപ്പുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു. തണുപ്പുണ്ടതിപ്പോൾ ഒട്ടുക്കത്തെ മഞ്ഞ് വീഴ്ചയിപ്പോൾ ഒരു പെടുത്തില്ല. എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി കഴിഞ്ഞ് ഈ ഏരിയയിലും മുഴുവൻ നിറച്ചും മഞ്ഞ് നിറഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ കൂടി നമ്മുടെ ഈ കാറിന് പോലും, അതായത് 4 വീലർ ഡ്രൈവ് ആയിക്കോട്ടെ, വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ വലിയ കനത്തിലായിരിക്കും സ്നോ വീഴുണ്ടാവുക. അപ്പോൾ അവരും അതായത് ഇപ്പോൾ ഓവർ ദ സ്നോ എന്നുള്ളത് ഞാൻ ആ വണ്ടി കാണിക്കാൻ എന്തായാലും. അപ്പോൾ അവരും ഓടിക്കുന്നത് മാക്സിമം ഈ റോഡിൻ്റെ ലൈൻ വെച്ചിട്ടായിരിക്കും അവരും ഓടിക്കുന്നുണ്ടാവുക. അത് കൂടാതെ പിന്നെ എന്താ വെച്ചാൽ അവരിവിടെ ഒരു ക്രീക്ക് ഉണ്ട്, അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു തോടുണ്ട്. അപ്പോൾ ആ തോടിന് നോക്കിയിട്ട് അവർ ഓടിക്കുള്ളൂ. എന്ന് വെച്ചാൽ ആ തോട്ടിൽ കൂടി ആവാതിരിക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ അവിടെ എപ്പോഴും വെള്ളം ഒഴുകി പോവുകയും, അതായത് ഇപ്പോൾ ഈവൻ നന്നായിട്ട് ഫ്രോസ് ആയാൽ പോലും ചെറുതായിട്ട് അവിടെ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ഇതിനകത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഓവർ ദ സ്നോ എന്നുള്ള ഇതിനകത്ത് യാത്ര ചെയ്തപ്പോൾ അവരന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് ഒഴിവാക്കിയിട്ടാണ് അവർ ഈ യാത്ര ചെയ്യേണ്ടാവാന്ന് പറഞ്ഞത്. അപ്പം അതും ഭയങ്കര രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിട്ട് വീഴുന്ന സ്നോ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. സ്നോ വീഴുന്നത്
ഇതാണ് ഷാർലറ്റ് പാസ്. അതായത് ഇവിടേക്ക് വരണമെങ്കിൽ നമ്മൾ പെരിച്ചേറി കടന്നിട്ടാണ് വരേണ്ടത്. ഷാർലറ്റ് പാസിൽ വന്ന് ഇവിടുത്തെ ഒരു ലുക്ക് ഉണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷാർലറ്റ് പാസിൻ്റെ തൊട്ടപ്പുറത്തൊരു വണ്ടി വരും, അവിടെ നിന്ന് ഇങ്ങനെ ഒരു വാക്കിംഗ് വേ ഉണ്ട്. അവിടെ വന്നാലാണ് ഇങ്ങനത്തെ ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ ഉള്ളത്. കൈയൊക്കെ കിട്ടില്ലെന്നായിട്ട് മരവിച്ചിരിക്കാം. ഏയ് നന്നായിട്ട് സ്നോ വീഴുന്നുണ്ട്, കാണാൻ പറ്റണോന്ന് അറിയില്ല. ഇങ്ങനെ ഈ സ്റ്റെപ്പ് മഞ്ഞൊക്കെ വീണ് കിടന്ന് കാണണമെങ്കിൽ അടുത്ത വിൻ്ററാണ്. എപ്പോഴും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം കല്ല് തെന്നുന്നേ. I never switch sides, like even when I die I'ma ride for the squad, let her ties in the hearse. I've been on the vibe, kinda hard to describe. I'm in between, I'm good and it's fine, but I'm tired of the grind. Then I come alive in the night to realize I'm in the middle of the time of my life. ആ പൊടി മാറി പോകുന്നത് എല്ലാവരും മഞ്ഞ. ഗ്ലൗസും എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിലും കാര്യമില്ല, ഭയങ്കര തണുപ്പായിപ്പോയി. പ്രതീക്ഷിച്ചാലും ഭയങ്കര തണുപ്പായിപ്പോയി. അപ്പോൾ ഇതാണ് ഷാർലറ്റ് പാസ്. ആക്ച്വലി എൻ്റെ പുറകിൽ കാണുന്നതാണ് മൗണ്ട് കൊസിയോസ്കോ, അതായത് ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മൗണ്ടൻ. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, ആക്ച്വലി ഫുള്ള് കോടയൊക്കെ വന്ന് ആകെ നിറഞ്ഞു പോയി. അല്ലാന്നുണ്ടെങ്കിൽ ആ പുറകെ കാണുന്നതാണ് ഓസ്ട്രേലിയ ഏറ്റവും വലിയ ഹയസ്റ്റ് മൗണ്ടൻ. ഓ, കൈ രക്ഷയില്ല. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങട്ടെ. ആക്ച്വലി ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ ഒട്ടും അത്രയ്ക്കങ്ങ് പ്രിപ്പയർ ആയിരുന്നില്ല ഇത്രയും മഞ്ഞ് വീഴുന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. മഞ്ഞ് ഇത്രയും വീഴുന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം സന്നാഹത്തോടുകൂടിയല്ല വന്നിരിക്കണേ. പക്ഷെ നന്നായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. ഇന്ന് സ്നോഫോൾ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് പലരും സബ്മിറ്റ് ചെയ്യാനായിട്ട്, അതായത് ഫുള്ള് മൗണ്ടൈൻ നടന്ന് കയറാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ട്രാക്കും കൂടിയാണത്. അങ്ങനെ താഴത്തേക്ക് കണ്ട ദൂരത്ത് കാണാൻ പറ്റണ്ടാവുമെന്ന് അറിയില്ല. അതാണ് കൊസിയോസ്കോ മൗണ്ടൈൻ റേഞ്ച്, അങ്ങ് ദൂരെ. ആ താഴെ കാണുന്നതാണ് ആക്ച്വലി ഷാർലറ്റ് പാസിൻ്റെ ഒരു വില്ലേജ് എന്ന് പറയാം. ഇതിൽ കൂടിയൊക്കെയാണ് നമ്മൾ സ്കീ ചെയ്ത് പോകുന്നത്. അവിടെ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു, തുറന്നുണ്ടെന്ന് എന്തായാലും നോക്കണം. ആക്ച്വലി അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. 2 ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വരുന്നത്. താഴത്തിന് ആ കോഫി ഷോപ്പ് തുറന്നുണ്ടോ നോക്കണം. അപ്പോൾ അവിടേക്കൊന്ന് നിർത്തണം. ആക്ച്വലി പിന്നെ വെച്ചാൽ വണ്ടി അറിയാതെ സ്നോയിലേക്കാണ് കയറ്റി ഇട്ടിരിക്കണേ. ഞാനാണ് ഈ സ്നോ ചെയിനോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം എടുക്കാനായിട്ട്. ഫ്രഷ് സ്നോ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഐസായിരുന്നെങ്കിൽ പെട്ടേനെ. ഞാൻ ഐസാണെങ്കിൽ തെന്നി കറങ്ങിക്കൊണ്ടിരിക്കുള്ളല്ലോ. ഓ, അടിപൊളി. ഇനി താഴത്തേക്ക് പോകണം. ആക്ച്വലി അവിടെ കോഫി ഷോപ്പ് തുറന്നിരിക്കാറുണ്ട്. അത് അവിടെ ആക്ച്വലി താഴത്തേക്ക് കുറേ കാറുകളും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ടാവണം. റോട്ടിൽ മുഴുവൻ കുറച്ച് സ്ഥലങ്ങളത്തൊക്കെ ഐസാട്ടോ. സ്നോയും ഉണ്ട്.
ഈ ഐസ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പണി തരുന്നത് വെച്ചാൽ നമ്മുടെ വീല് തെന്നിക്കൊണ്ടിരിക്കും. ഇത് 2 വീൽ ഡ്രൈവ് ആണ്, 4 വീൽ ഡ്രൈവ് കാറല്ല, 2 വീൽ ഡ്രൈവ് കാറാണ്. ഞാൻ എല്ലാ ചെയിനും വിൻ്റർ ആകുമ്പോൾ എല്ലാ ചെയിനുകളെല്ലാം എടുത്തും ഞാൻ വണ്ടിയിൽ ഇടാറുണ്ട്. ആക്ച്വലി ഇത്തവണ ഞാനത് ഇട്ടില്ല. വിചാരിച്ചു സത്യത്തിൽ ഞാനതങ്ങ് വിട്ടുപോയതാണ്. കുഴപ്പമില്ല. ഇവിടെയാണ് ഞങ്ങൾ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കോഫി ഇല്ല. ആക്ച്വലി ഇവിടെ എപ്പോഴും ഇവിടെയും സ്നോയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക ചുറ്റും. ഇനി അടുത്ത സ്ഥലത്തേക്ക്. ഇതാണ് ഓവർ ദ സ്നോ വണ്ടി. കണ്ടില്ലേ, ഇതിൻ്റെ ഇങ്ങനത്തെ ചെയിൻ ഇട്ടിട്ടാണ് ഇവിടേക്ക് മഞ്ഞിൻ്റെ സമയത്ത് വരാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നമുക്കിങ്ങനെ കാറ് കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടിയാണ് നമ്മൾ മഞ്ഞിൻ്റെ മുകളിൽ കൂടി ഓടിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീലായതുകൊണ്ട് മഞ്ഞിൽ താഴത്തൊന്നുമില്ല. പിന്നെ അവർ ഫ്രണ്ടിലെന്ന് വെച്ചാൽ മിക്കപ്പോഴും ഒരു ബാസ്ക്കറ്റ് വയ്ക്കാറുണ്ട്, നമ്മുടെ ലഗേജും സാധനങ്ങളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ടായിട്ടുള്ളത്. ആക്ച്വലി നമുക്കിങ്ങനെ ബുക്ക് ചെയ്യണം ഇതിനകത്തേക്ക് വരണമെങ്കിൽ. ഇവിടെ റിസോർട്ട് ബുക്ക് ചെയ്താൽ മാത്രം പോരാ. ആക്ച്വലി നമ്മൾ 2 രീതിയിലാണ്. ചില സമയത്ത് നമുക്കൊരു ഡീലൊക്കെ ആയിട്ട് കിട്ടും, അതായത് റിസോർട്ടും ആ വണ്ടിയും കൂടി അടക്കം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടിയിൽ വരാനുള്ളതിൻ്റെ ചാർജ് എക്സ്ട്രാ എടുക്കണം. അതായത് നമ്മൾ എക്സ്ട്രാ ബുക്ക് ചെയ്യണം. അതൊരു സ്പെസിഫിക് ടൈമുകളിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ടൈമൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. അവിടെയൊക്കെ ഓരോ റിസോർട്ടുമാരെയും താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇവിടെയൊക്കെ മഞ്ഞാവുമ്പോൾ തന്നെ വെച്ചാൽ അവിടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ താഴെ കണ്ട മാരത്ത് തന്നെ വണ്ടികളാണത്. ഞാൻ ഈ പിസ്റ്റൺ പുള്ളി എന്നുള്ളതിനകത്താണ് കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ടിൽ ഇതാണ് ഇനി സ്നോവിൽ ഓടിക്കുന്നുണ്ടാവുക ഇനി സീസണിനകത്ത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു ഇത് കണ്ടില്ല, ഒരു ബക്കറ്റ് മാതിരി. അതിനകത്താണ് നമ്മുടെ ലഗേജും സാധനങ്ങളെല്ലാം വെച്ച് നമ്മുടെ ഏത് റിസോർട്ടാണോ അവിടേക്ക്. അപ്പോൾ പലതും പല സ്ഥലത്തേക്ക് ഓടുന്നതാണ്. എല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഓടുന്നത് തന്നെയല്ല. ഇങ്ങനെ കേജുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ കേജിനകത്ത് നമ്മുടെ ലഗേജെല്ലാം സേഫാക്കി വയ്ക്കും. അടച്ചിടുന്ന ബോക്സായിട്ടുള്ളതിനുണ്ടായിരുന്നു. അതിലാണ് ഞങ്ങൾ ഷാലറ്റ് പാസ് പോയിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്നതായിരുന്നില്ല. എനിക്കൊന്ന് ഇവിടെ എന്തെങ്കിലും വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അല്ലാത്തതെന്ന് വെച്ചാൽ മഞ്ഞും ഇതൊന്നും ആവാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് മൂടിയ രീതിയിലാണ് അവർ വയ്ക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഡ്രൈവർക്കും ആൾക്കും ഇരിക്കാം. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സെപ്പറേറ്റ് സ്ഥലമാണ്. അപ്പോൾ ഇതുമ്പോൾ ചവിട്ടി കയറിയിട്ട് വേണം നമുക്ക് ഇരിക്കണമെങ്കിൽ തന്നെ. അവിടെ പ്രിപ്പറേഷൻസൊക്കെ നടക്കുന്നുണ്ട് ഉണ്ടല്ലേ. എല്ലാ സ്നോ മേക്കിംഗ് മെഷീൻസും കിടിലനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് കൂടാതെ തന്നെ സ്നോഫോളും ഉണ്ട്. ശരി, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച തുടങ്ങിയിട്ടാണ് ഇവിടെ സ്നോ ഫോർകാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞായറാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും ഈ വഴി കൂടെയൊക്കെ. പക്ഷേ ഇപ്പം തന്നെ ടെമ്പറേച്ചർ ഭയങ്കര ഡൗൺ ആണ്. അതുകൊണ്ടാണ് അവർ ഈ സ്നോ ഉണ്ടാക്കുന്നത് തന്നെ. എന്ന് വെച്ചാൽ ജസ്റ്റ് വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത്. ചെറിയൊരു പാർട്ടിക്കിൾസ് എന്നുള്ള രീതിയിലാണ് അവർ സ്പ്രേ ചെയ്യണേ. മുഖമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു എന്താ പറയുക മരവിച്ചോണമായിട്ടിരിക്കണേ. ആക്ച്വലി അവിടെ പിള്ളേർ ടൊബോഗനിങ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇവിടെ ത്രെഡ്ബോം പരിശ്രമം വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാത്രമേ ടൊബോഗനിങ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. ടൊബോഗനിങ് എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്തല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനത്തിൽ അങ്ങനെ ഇരുന്ന് തെന്നി വരുന്നതിനെയാണ് ടൊബോഗനിങ് എന്ന് പറയുന്നത്. ഇവർ ഓൾറെഡി ഇവിടെ മഞ്ഞൊക്കെ ആക്കി കഴിഞ്ഞു. ഫുള്ള് മഞ്ഞ് നിറഞ്ഞേക്കുവാ. ചില മിക്കവാറും ഇതവർ ലെവൽ ചെയ്യായിരിക്കും ചെയ്യണ്ടാവുക. ഈ കാണുന്ന ഇത് വലിയ മലയായിട്ട് അങ്ങനെ നിൽക്കുക. അപ്പം മിക്കവാറും ഇതിവരിനി ലെവൽ ചെയ്ത് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം സ്നോ ആയല്ലോ. കണ്ടില്ലേ, അതിനകത്താണ് ചെറിയ പാർട്ടിക്കിളായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് വിടുവാണ്.
അവിടെ പിള്ളേരൊക്കെ ആയിട്ട് ആൾക്കാർ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വിൻ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ, താങ്ക്സ്.